റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്നു പോയതിന് പിന്നാലെ കൂടുതൽ താരിഫിലൊക്കെ വർധനവ് വരുത്താനും ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കം ശക്തിപ്പെടുത്താനും ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട്. ട്രംപ് രണ്ടും കൽപ്പിച്ച് വന്നിരിക്കുകയാണോ? ഈ റഷ്യയോടുള്ള ഒരു വിരോധം തന്നെയാണോ അതിന് കാരണം? റഷ്യയോടുള്ള വിരോധം തന്നെ കാരണമെന്ന് പറയാൻ പറ്റില്ല. മറ്റെന്തോ ആണ് കാര്യം എന്ന് പറഞ്ഞാൽ, റഷ്യയിൽ നിന്ന് അമേരിക്ക ഫ്യൂവൽ വാങ്ങുന്നുണ്ട്, ചൈന വാങ്ങുന്നുണ്ട്, പല യൂറോപ്യൻ യൂണിയൻ പലരും വാങ്ങുന്നുണ്ട്. അവരോടുള്ള മൃദു സമീപനമാണ്. അതായത് യൂറോപ്യൻ യൂണിയനെ കൊണ്ട് ബലമായിട്ട് പിടിച്ച് നിർത്തിച്ചിട്ടൊന്നുമില്ല. അമേരിക്കയ്ക്ക് ലോകത്തെങ്കും കിട്ടാത്ത വേറെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ റഷ്യയിൽ നിന്ന് വാങ്ങണമെങ്കിൽ അവർ വാങ്ങും, വാങ്ങാതിരിക്കുന്നില്ല. ന്യൂക്ലിയർ ഫ്യൂവൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്നാണ്. ചൈന നല്ല രീതിയിൽ പർച്ചേസ് നടത്തുന്നുണ്ട്, നമ്മളെപ്പോലെ തന്നെ. ഡോളറിലൊന്നും അല്ലല്ലോ, യുവാനും റൂബിളും ഒക്കെ ആയിട്ടുള്ള കച്ചവടമാണ്, അതുമല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റഷ്യയുടെ ഓയിൽ രംഗത്ത് വരുന്ന നല്ല വർഷം ഇന്നവർ കുറേ പേര് വാങ്ങുന്നുണ്ട്. അപ്പം വാങ്ങൽ എന്നുള്ളതല്ല പ്രശ്നം. അതുപോലെ തന്നെ ഡോളറൈസേഷൻ പോലും അല്ല പ്രശ്നം. കാരണം റഷ്യ ഇപ്പോൾ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഇടപാട് നടന്നുണ്ടെങ്കിൽ മിക്കവാറും ഡോളറായിരിക്കില്ല. അപ്പോൾ ഇതൊന്നുമല്ല വിഷയം. അപ്പോൾ പിന്നെ എന്താണ്? അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത്, നമ്മൾ തമാശയായിട്ട് പറയുകയാണെങ്കിൽ അസിം മുനീറിന് ഉള്ള ഒരു സമ്മാനമാണോ ഇപ്പം ഇന്ത്യക്കെതിരുള്ള അരിക്ക് മേലുള്ള താരിഫ് എന്നൊരു സംശയം. കാരണം ഈ അരി താരിഫ് ഇന്ത്യയെ കുറച്ചൊക്കെ ബാധിക്കും. അങ്ങനെ ഒട്ടും ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനെ മറികടക്കാൻ ഇന്ത്യ വഴി കണ്ടെത്തുമായിരിക്കും. ഇപ്പോൾ ഓൾറെഡി വന്ന താരിഫുകളിൽ ഇന്ത്യ എന്ത് ചെയ്തു? അങ്ങോട്ട് തുണിത്തരങ്ങൾ പോകുന്നില്ല എന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആഭ്യന്തര വിപണിയെ ശക്തമാക്കി. ഇവിടെ തന്നെ ഔട്ട്ലെറ്റ് തുടങ്ങുക. അപ്പം ഇവിടെ തന്നെ GST ഒക്കെ കുറയ്ക്കുന്നു. അതുകൊണ്ട് ആഭ്യന്തര വിപണിയിൽ എന്തിറങ്ങിയാലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ്റെ സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടുത്തെ പല എക്സ്പോർട്ടേഴ്സും നമുക്കിനി ഇന്ത്യ വിറ്റാൽ മതി എന്നുള്ള തീരുമാനം എടുക്കുന്നു. പിന്നെ കൂടാതെ പുതിയ വിപണി കണ്ടെത്തുന്നു. ചൈനയുണ്ട്, യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട്. അതുപോലെ റഷ്യ തന്നെ ഒരു പുതിയ വിപണിയാക്കി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഉദ്ദേശമുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒന്ന് ഓർത്ത് നോക്കണം, അമേരിക്ക താരിഫ് അടിച്ചതിന് ശേഷമാണ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വളർച്ച കൈവരിച്ചേക്കുന്നത്. GDP-യിൽ 8.2%. അത് ഒട്ടും മോശമല്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്താനുള്ള കൃത്യമായ നയങ്ങൾ മോഡി സർക്കാർ സ്വീകരിച്ചുകൊണ്ടാണ് ഈ വളർച്ചയുണ്ടായത്. അപ്പോൾ ആഭ്യന്തര ഉൽപ്പാദനവും ആഭ്യന്തരമായിട്ടുള്ള വിൽപ്പനയും രണ്ടും വളരെ നല്ല രീതിയിൽ മുന്നേറി. അതൊരു നല്ല വളർച്ചയാണ്. പിന്നെ ഇവിടുത്തെ ഉൽപ്പാദകർക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ നമ്മുടെ കടലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതലെടുക്കുന്നു, നല്ല കാര്യമാണ്. അങ്ങനെ ചൈനയിലേക്ക് കൂടുതൽ പലതും കയറി പോകുന്നു. ഇതുകൂടാതെ റഷ്യയിലേക്ക്, പുതിയ വിപണികൾ റഷ്യയിലേക്ക് ഇനി ഉണ്ടാവും. കാരണം ഈ റഷ്യയായിട്ടുള്ള ഇപ്പോഴത്തെ കരാറെന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അത് വളരെയധികം നമുക്ക് ഗുണം കിട്ടാൻ പോകുന്ന, വ്യാപാര കാര്യത്തിലാണെങ്കിലും കയറ്റുമതി കാര്യത്തിലാണെങ്കിലും നമുക്ക് ഗുണം കിട്ടാൻ പോകുന്ന കരാറുകളാണ് പോപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളതുകൊണ്ട് അവിടെ കുഴപ്പമില്ല. ഈ അരിയുടെ കേസ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ധാരാളം ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ട്. ഇന്ത്യക്കാരുടെ പ്രത്യേകത, അവർക്കിഷ്ടം ഇന്ത്യ എന്നുള്ള അരിയാണ്. ഞാൻ US വിസ്കോൺസിൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലുണ്ടായിരുന്നത്. അത് ഷിക്കാഗോയിൽ നിന്ന് 300 മൈൽ അപ്പുറത്താണ്. അവിടെ വിസ്കോൺസിനിൽ മാഡിസൺ എന്ന് പറയുന്ന സിറ്റി, ഈ സിറ്റിയിൽ ഒരു തമിഴ്നാട്ടുകാരൻ നടത്തുന്ന ഒരു ഇന്ത്യൻ സ്റ്റോറുണ്ട്. അവിടെ ചെല്ലുമ്പം പാലക്കാടൻ മട്ട എന്ന് മലയാളത്തിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന അരി അവിടെ വരും. ഇത് ഞാനൊരു ചാക്ക് എടുക്കും, 5 കിലോയുടെ എങ്ങാനും വീട്ടിൽ കൊണ്ടുപോയിക്കും. നമ്മൾ മലയാളിയാണ്, നമുക്ക് അത് അരിയേ പറ്റൂ. ഇത് കിട്ടാത്ത അവസരത്തിലോ എന്തെങ്കിലും ചോറ് സംഘടിപ്പിക്കാൻ നോക്കും. അങ്ങനെ വന്നാൽ ജാപ്പനീസ് റൈസോ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻസിൻ്റെ മെക്സിക്കൻ റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും അരി കഴിക്കാൻ നോക്കും. ഇതാണ്. അപ്പോൾ അരി എന്ന് പറയുമ്പോൾ തന്നെ മലയാളിയാണെങ്കിൽ കഴിയുന്നത് മട്ട അരിയുടെ പുറകെ പോകും. ഇതുപോലെ തമിഴ്നാട്ടുകാരും ആന്ധ്രാക്കാരും ഒക്കെ അവരുടെ പൊന്നി അരിയും അവരുടെ അരികളും ഒക്കെ ഉണ്ട്. വടക്കേ ഇന്ത്യക്കാർക്ക് താല്പര്യമുള്ള അരികൾ വേറെയുണ്ട്. അതിൽ തന്നെയും വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ ബസുമതി റൈസ് എന്ന് പറയുന്നത്, ബിരിയാണി വയ്ക്കാൻ. ഇതിന് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കും ഡിമാൻഡുണ്ട്. അത് ഇന്ത്യക്കാർ മാത്രമല്ല, പാകിസ്ഥാനികൾക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ പലയിടത്തുമുണ്ട്. യഥാർത്ഥത്തിൽ ബസുമതി റൈസിൽ മെയിനായിട്ട് 2 പ്ലെയേഴ്സാണ് അമേരിക്കയിലൊക്കെ ഉള്ളത്. ഒന്ന് ഇന്ത്യ എന്നുള്ള കയറ്റുമതിക്കാർ, മറ്റത് പാകിസ്ഥാനിൽ നിന്നുള്ളവർ. അതുകൊണ്ടാണ് എനിക്ക് സംശയം, അരിയുടെ മുകളിൽ താരിഫ് ചുമത്തുകയാണെങ്കിൽ അത് ട്രംപിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിപ്പിള്ളയായ അസിം മുനീറിന് ഉള്ളൊരു സമ്മാനമല്ലേ എന്ന് പറഞ്ഞാൽ, അയാളിപ്പോൾ CDF ആയിട്ടുണ്ട്, ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ സർവാധിപതിയായി എന്ന് പറയാം. കാരണം ഇന്ത്യയിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന് പവറൊന്നുമില്ല, വലിയ പവറില്ലെന്നല്ല, ഒരു പവറുമില്ല.
അതാണ്. പ്രത്യേകിച്ച് പവർ എന്ന് അവകാശപ്പെടാനൊന്നുമില്ല. ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ. നേരെ തിരിച്ച് അമേരിക്കയിൽ പാകിസ്ഥാനിൽ ഇത് അങ്ങനെയല്ല. ആണവായുധങ്ങൾ, സെക്യൂരിറ്റി ഫോഴ്സസ്, പട്ടാളം, പോലീസ്, നേവി എല്ലാത്തിൻ്റെ മുകളിൽ പരമാധികാരമാണ്. അയാൾ CDF ആയോടി ഇനി അവിടെ പ്രസിഡൻറ്റും കൊണ്ടും കാര്യമില്ല, പ്രധാനമന്ത്രിയും കൊണ്ടും കാര്യമില്ല. എല്ലാ ഫോഴ്സസിനെ നിയന്ത്രിക്കുന്ന ആളായിട്ട് മാറി. പാകിസ്ഥാൻ്റെ മുഴുവൻ നിയന്ത്രണം അയാളുടെ കയ്യിലാണ്, ആണവായുധങ്ങളും അയാളുടെ കയ്യിൽ. അപ്പം അങ്ങനെ വരുമ്പം പാകിസ്ഥാന് കൊടുക്കുന്ന ഒരു സമ്മാനം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. മുനീർ ഇത്രയൊക്കെ ആയില്ലേ, ഇരിക്കട്ടെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ എന്നുള്ള അരിക്കയറ്റുമതി ഞങ്ങളൊന്ന് ചവിട്ടിത്തരാം, നീ പാകിസ്ഥാൻ എന്നുള്ള അരി ഇവിടെ നന്നായിട്ട് വിറ്റുള്ളൂ എന്ന് പറയണ പോലൊരു ഫീലാണ്. പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ചിരിയാവുന്നത്, ഈ അരിക്ക് ഇങ്ങനെ ഇത് കൂട്ടുന്നു. സംഭവമൊക്കെ ശരിയാണെങ്കിലും ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ കുറച്ചുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ അരിക്കും താരിഫ് വരികയാണ്. താരിഫ് വന്നാൽ ഇന്ത്യ എന്നുള്ള അരി ഉൽപ്പന്നങ്ങളുടെ വില കൂടും. അപ്പോൾ അവിടെ പിന്നെ തീരുമാനിക്കേണ്ടത് അരി എക്സ്പോർട്ടേഴ്സാണ്. കൂടിയ താരിഫിൽ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യണോ വേണ്ടയോ. അവിടെയുള്ള ഏജൻറ്റുമാർ മിക്കവാറും തന്നെ ഇന്ത്യൻസ് ആയിരിക്കും. പല സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയുള്ളവരുണ്ട്. അവരിതേ അരി എടുത്തിട്ട് അവിടെ വിൽക്കുകയില്ലേ. വിൽക്കുമെങ്കിൽ ഇപ്പോൾ പാലക്കാടൻ മട്ട എന്തായാലും പാകിസ്ഥാന് കയറ്റി അയക്കാൻ പറ്റില്ല, അത് മലയാളികൾക്ക് അയക്കാൻ പറ്റുള്ളൂ. അവിടെ വാങ്ങി കഴിക്കുന്നത് മലയാളിയായിരിക്കും. അതിന് ഇത്തിരി വില കൂടിയാലും മിക്കവാറും മലയാളി ഇത് വാങ്ങി കഴിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ബസുമതി വന്നാൽ അങ്ങനെയല്ല, അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. വില കൂടിയ ബസുമതിയും വരും, വില കുറഞ്ഞ ബസുമതിയും വരും. ബസുമതിയുടെ കയറ്റുമതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അരി ഏതൊക്കെ അരിയെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ട് പല രാജ്യക്കാരും കഴിക്കുന്ന അരികളിൽ, അല്ലെങ്കിൽ പല രാജ്യത്തു നിന്നും വരുന്ന അരികളേതോ അതിനെയായിരിക്കണം കൂടുതൽ ബാധിക്കുന്നത്. അതേസമയം വിൽപ്പന തടസ്സമില്ലാണ്ട് വില കൂടിയാലും വിറ്റുപോകും എന്നുറപ്പുള്ള ചില അരികളുണ്ടാവും. ഇന്ത്യയിലെ ചില പ്രാദേശികമായിട്ട് ചില സംസ്ഥാനത്ത് മാത്രം വരുന്ന, അവിടുത്തെ ആൾക്കാർ മാത്രം ഉപഭോക്താക്കളായിട്ടുള്ള ചില അരികളുണ്ടാവും. അത്തരം അരിക്കൊക്കെ ഇത്തിരി വില കൂടിയാലും ജനങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ എന്നുള്ള പല ടൈപ്പ് അരികൾക്ക് പല രാജ്യങ്ങളിലും ഡിമാൻഡുണ്ട്. അമേരിക്കയിലുള്ള പല രാജ്യക്കാരും ഇതൊക്കെ വാങ്ങുന്നവരുമുണ്ട്, ഇല്ലയെന്നല്ല. ബേസിക്കലി ഇന്ത്യക്കാർ തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അമേരിക്കയിൽ എന്ത് പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, അമേരിക്കയിൽ പുതിയ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഫലം അതാണ്. അമേരിക്കയിലൊരു പുതിയ വിലക്കയറ്റം ഉണ്ടാകാൻ പോകുന്നു. അപ്പോൾ ഇതുവരെ ചെയ്ത താരിഫല്ല എന്നുണ്ടാക്കി അമേരിക്കയിൽ പുതിയ വിലക്കയറ്റങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇന്ത്യ അമേരിക്ക താരിഫ് യുദ്ധം ആർക്കാണ് ഗുണം ചെയ്തത്, ആർക്കാണ് ദോഷം ചെയ്തത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അമേരിക്കയിലെ കൺസ്യൂമേഴ്സിനാണ് ദോഷം ചെയ്തത്. ഇന്ത്യയിൽ കൺസ്യൂമേഴ്സ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം നമ്മൾ ഈ ഉൽപ്പന്നം അമേരിക്കയിൽ പോയി വാങ്ങുന്നില്ലല്ലോ, നമുക്ക് വേണ്ടത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള സാധനമാണ് അവൻ അങ്ങോട്ട് അയക്കുന്നത്. പിന്നെ ഇവിടുത്തെ എക്സ്പോർട്ടേഴ്സ്, അവർക്ക് കുറച്ച് കാലത്തേക്ക് ഒരു വിഷയം ഉണ്ടായി. പക്ഷെ അത് പരിഹരിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്, എടുക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. രാജ്യത്തിന് ആകമാനം നോക്കുകയാണെങ്കിൽ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത നടപടികൾ GDPയിൽ ഒരു വളർച്ചയാണ് കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്രതിസന്ധിയിൽ വളരാനുള്ള ഇന്ത്യയുടെ കഴിവ് മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പൊഖ്റാൻ സ്ഫോടനം നടത്തിയപ്പോൾ ഉണ്ടായ ഉപരോധങ്ങൾ കാരണം നമ്മൾ സ്വയം പര്യാപ്തരായി എന്ന് പറയുന്ന പോലെ ഇത്തവണത്തെ അമേരിക്കയ്ക്കകത്ത് ഇട്ടേക്കണ താരിഫ് കാരണം അത് നമുക്ക് ഗുണകരമാക്കാൻ എങ്ങനെ പറ്റും എന്നാണ് നമ്മൾ നോക്കിയത്. അത് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇനിയിപ്പം ഇന്ത്യ എന്നുള്ള H1B വിസക്കാരെയും കൂടി കയറ്റില്ല എന്ന് പറഞ്ഞാലും പുതിയ പല രാജ്യങ്ങളും റെഡിയാണ് നമ്മുടെ ആൾക്കാരെ എടുക്കാനായിട്ട്. UK ആൾക്കാരെ വേണം, ജർമ്മനിക്ക് വേണം, ജപ്പാന് വേണം, ഇനി പുതുതായിട്ട് റഷ്യയ്ക്കും വേണം. കാരണം റഷ്യയിൽ വലിയൊരു ഡെവലപ്മെൻറ്റ് വരാൻ പോവുക. റഷ്യ എത്രമാത്രം അമേരിക്കയെ പോലെ വ്യാവസായികമായിട്ട് മുന്നേറാൻ പറ്റുമോ അതിനുള്ള വഴികൾ ഇനി റഷ്യ ആലോചിക്കും. മുൻകാലങ്ങളിൽ ആലോചിച്ചിട്ടില്ല, ഒത്തിരി സമയം കളഞ്ഞു. അങ്ങനെ ആലോചിച്ച് മുന്നോട്ട് പോകുമ്പം ഇവർക്ക് വേണ്ടുന്ന വർക്ക് ഫോഴ്സ് കിട്ടാൻ ഈ ലോകത്ത് ഒരു സ്ഥലമുള്ളൂ, അത് ഇന്ത്യയാണ് എന്ന് പറഞ്ഞ പോലെ പ്രതിസന്ധി നമുക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കാണിച്ചു തരുവാണ്. അരിയുടെ കേസിൽ എന്തുണ്ടാവുമെന്ന് ചോദിച്ചാൽ അരി കേസിലും കുറച്ച് വിലക്കയറ്റം അമേരിക്കയിലുള്ള ഇന്ത്യക്കാർ അനുഭവിക്കേണ്ടി വരും. അതിന് വാങ്ങാൻ തയ്യാറുള്ളവർ വാങ്ങും. കോമ്പറ്റീഷൻ വന്ന അരിയിനങ്ങളുണ്ട്. ഇന്ത്യ എന്നുള്ള ബസുമതിയും പാകിസ്ഥാനിലും നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ എന്നുള്ള ബസുമതിയുടെ അങ്ങോട്ടുള്ള കയറ്റിയേക്കൽ നിലച്ചു പോയി എന്ന് വരാം. അതപ്പോൾ ആഭ്യന്തര വിപണിയിലേക്ക് അത് കൂടുതൽ ഇറക്കിയാൽ ആ നഷ്ടം ഇവിടെ പരിഹരിക്കാം. ഇവിടെ തന്നെ ആൾക്കാർക്ക് വേണം വാങ്ങാൻ പറ്റും. വില കുറയുന്നു എന്നൊരു വാർത്ത മാത്രം വന്നാൽ മതി, നമ്മുടെ നാട്ടിലെ ആൾക്കാർ കൂടുതൽ വാങ്ങാനുണ്ടാവും. അതായത് അമേരിക്കയ്ക്ക് അയക്കാൻ പറ്റുന്നില്ല, ബസുമതി അരിക്ക് വില കുറയുന്നു എന്ന് ഇന്ത്യയിൽ വാർത്ത വരുന്നാൽ മതി. ഇന്ത്യക്കകത്ത് വില കുറയാമെന്ന് നമ്മൾ കൂടുതൽ ഉപയോഗിക്കും. കാരണം വില കുറയുകയാണെങ്കിൽ വാങ്ങാൻ നമ്മുടെ കൂടെ പലരും ഉണ്ടെന്നേ. അങ്ങനെയാണ് ഇന്ത്യ വില കുറയുന്നു എന്നറിഞ്ഞാൽ. ശരിക്കും ഈ കഴിഞ്ഞ മാസങ്ങളിൽ സംഭവിച്ചത് എന്താ, GST കുറച്ചു, കാറുകൾക്ക് വില കുറഞ്ഞു. ഇന്നേ വരെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്രയും കാറ് വിറ്റുപോയിട്ടില്ല. വില കുറഞ്ഞു എന്ന് കേട്ടത് ഓടിപ്പോയി കാറ് മേടിക്കാനുണ്ടായി. അത് എത്ര ലക്ഷം കാറ്, ബൈക്ക്, എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം ഓടിപ്പോയി ആൾക്കാർ മേടിക്കുകയാണ്. കാരണം എന്താ,
ഇനി വില കൂടിയാലോ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്നാൽ ഇപ്പോൾ തന്നെ വാങ്ങിച്ചേക്കാം. ഇങ്ങനൊരു മെൻറ്റാലിറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെ ഓരോരോ ഉൽപ്പന്നങ്ങൾക്കും അത് കുറയുന്ന സമയത്ത് വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഗുണകരമായിട്ട് മാറാനാണ് സാധ്യത ആ രീതി നോക്കുമ്പോൾ. എന്തായാലും ഒരു ചെറിയ കാലത്തെ പ്രതിസന്ധി ഉണ്ടാവും, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥ പ്രതിസന്ധി അനുഭവിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, അത് അമേരിക്ക തന്നെയാണ്. കാരണം അമേരിക്കയിൽ ഓരോ താരിഫടിക്കലും വിലക്കയറ്റം ഉണ്ടാക്കിയത്. ഇസ്രായേൽ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യത്തും അമേരിക്ക വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് താരിഫുണ്ട്. 10% മിനിമമെങ്കിലും ഉണ്ട്. അതിനർത്ഥം 10% മിനിമമെങ്കിലും അവിടെ വിലക്കയറ്റമുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടുന്ന മുഴുവൻ സാധനങ്ങളും അമേരിക്കയും ഇസ്രായേലുമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ലോകത്ത് പല രാജ്യത്തു നിന്നാണ് വരുന്നത്. ഈ വിലക്കയറ്റത്തിൻ്റെ കെടുതി അനുഭവിക്കുന്നത് അമേരിക്കക്കാരനാണ്. അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള കെടുതി അമേരിക്കയിലെ കൺസ്യൂമർ അനുഭവിക്കുമ്പോൾ പരോക്ഷമായിട്ടുള്ളത് അമേരിക്ക എന്ന രാഷ്ട്രമാണ് അനുഭവിക്കുന്നത്. അവരുടെ ഷെയർ മാർക്കറ്റുകൾ താഴും. അതിൽ ഇൻവെസ്റ്റേഴ്സ് ഷെയർ ഇൻവെസ്റ്റ് ചെയ്ത് കുറയ്ക്കുന്നു. അവർ ഡോളറിലും ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും വില കൂടുന്നു. കാരണം ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്ഥലം വേണ്ടേ, അവർ സേഫായിട്ട് അവിടെ കാണുന്ന അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലെ ഇൻഡസ്ട്രീസിൽ മൊത്തത്തിൽ ഇക്കാര്യത്തിൽ തകർച്ചയാണ്. പുതിയ താരിഫ് അടിച്ചാൽ തകർച്ച ഒന്നുകൂടെ ആക്കം കൂടും, അത്രേ ഉള്ളൂ. കാരണം അവിടുത്തെ ആഭ്യന്തര ഇറക്കുമതി, അമേരിക്കയുടെ ഇറക്കുമതി, ആഭ്യന്തര വിപണനം, ഈ 2 മേഖലയിലാണല്ലോ ഇത് ബാധിക്കാൻ പോകുന്നത്. അങ്ങനത്തെ കുഴപ്പങ്ങളുണ്ടാവും. പിന്നെ അരി കഴിക്കുന്നവർക്ക് അരി കഴിക്കാണ്ട് പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് ഒരു പക്ഷേ കച്ചവടം അങ്ങനെ തന്നെ തുറന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ പുതിയ ഏത് താരിഫും കുഴപ്പങ്ങളാണ്. ഇത്തരം അരിയുടെ താരിഫ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഇന്ത്യയെ തന്നെ ഉന്നം വെച്ച് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ അരികൾക്കും താരിഫ് ഇടുന്നില്ലല്ലോ, ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു താരിഫാണ്. എന്തൊക്കെയായാലും ഒരു കാര്യം പറയാം. ഈയിടെ ഒരു മുൻ പെൻറ്റഗൺ ഉദ്യോഗസ്ഥനോ ആരോ പറഞ്ഞൊരു കാര്യമുണ്ട്, ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണം എന്നുള്ളത്. എന്തുകൊണ്ട്? അതുകൊണ്ട് ഇന്ത്യ റഷ്യയും തമ്മിലുള്ള അടുപ്പം കൂടി, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അടുപ്പം കൂടി. ഇന്ത്യ നല്ല കൃത്യമായൊരു ബ്രിക്സ് പക്ഷത്ത് തന്നെയായി. ഇത്രയും ചെയ്ത് കൊടുത്തിരുന്ന ഒരുത്തൻ നോബൽ സമ്മാനം കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് വെച്ച് ട്രംപിന് ഒരു നോബൽ സമ്മാനമൊക്കെ അവർ കൊടുക്കണമെന്ന് ആലോചിക്കേണ്ടതാണ്, വേറൊന്നുമല്ല. ഇനി നോബൽ സമ്മാനം കൊടുക്കുന്ന ഇന്ത്യ റഷ്യയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ആദ്യത്തേത് ട്രംപിന് തന്നെ കൊടുക്കണം. കാരണം നമുക്കിവിടെ പുതിയ കുറേ സാധ്യതകൾ ഇയാൾ തുറന്നു തരുന്നുണ്ട്, പുതിയ കൂട്ടായ്മകൾ. ശത്രുരാജ്യങ്ങളായിരുന്ന ഇന്ത്യയും ചൈനയും തമ്മിൽ അടുപ്പിക്കാൻ വേറൊരാൾക്ക് പറ്റുമെങ്കിൽ, അടുപ്പിക്കാനല്ല അടുപ്പിക്കാൻ, പാകിസ്ഥാനെ എടുത്ത് ചൈനയുടെ പക്ഷത്തു നിന്ന് മാറ്റി ചൈന തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയിൽ എത്തിച്ചെങ്കിൽ നമ്മൾ കൂടി ശുപാർശ ചെയ്ത് മുൻകൈ എടുത്ത് ഒരു നോബൽ സമ്മാനം മേടിച്ച് ഈ ട്രംപ് അച്ചായന് കൊടുക്കണം. അതില്ലെങ്കിൽ മോശമാണ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ.